ഒരു ഫുഡ് ചലഞ്ച് നടത്തിയാലോ? ഭക്ഷണം കഴിച്ചിട്ടുള്ള ചലഞ്ചൊന്നും അല്ല കേട്ടോ, ഭക്ഷണം സൂക്ഷിക്കുന്ന ചലഞ്ചാണിത്. അതും ബഹിരാകാശത്ത് ഭക്ഷണം സൂക്ഷിക്കുന്ന ചലഞ്ച്. സംഗതി എന്താണെന്നല്ലേ? ചൊവ്വയിലും ചന്ദ്രനിലും മനുഷ്യൻ കാല് കുത്തുവാനൊരുക്കുന്ന ഈ കാലഘട്ടത്തിൽ ശാസ്ത്രലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളൊന്നാണ് എങ്ങനെ ബഹിരാകാശ സഞ്ചാരികൾക്ക് ഭൂമിയിൽ നിന്നും ഭക്ഷണം എത്തിച്ചു നൽകാം എന്നത്. സംഗതി അത്രയ്ക്ക് പ്രായോഗികമല്ലാത്തത് കൊണ്ട് തന്നെ ദീർഘകാല ദൗത്യങ്ങൾക്കായി ഒരുങ്ങുകയാണ് നാസ. ഈ ഉദ്യമത്തിനായി പ്രഖ്യാപിച്ച മത്സര പദ്ധതിയാണ് ഡീപ് സ്പേസ് ഫുഡ് ചലഞ്ച്. ചൊവ്വയിലും ചന്ദ്രനിലും മനുഷ്യൻ കാലുകുത്താനൊരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ശാസ്ത്രലോകം നേടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് ബഹിരാകാശ സഞ്ചാരികൾക്ക് ഭൂമിയിൽ നിന്നും ഭക്ഷണം എത്തിച്ചു നൽകാം എന്നത്. സംഗതി അത്രയ്ക്ക് പ്രായോഗികമല്ലാത്തതുകൊണ്ട് ദീർഘകാല ദൗത്യങ്ങൾക്കായി ഒരുങ്ങുകയാണ് നാസ. ഈ ഉദ്യമത്തിനായി പ്രഖ്യാപിച്ച മത്സര പദ്ധതിയാണ് ഡീപ് സ്പേസ് ഫുഡ് ചലഞ്ച് മാർച്ച് ടു ടേബിൾ. ചൊവ്വയിലേക്കോ ചന്ദ്രന്റെ വിദൂര ഭാഗങ്ങളിലേക്കോ ഉള്ള യാത്രകൾ മാസങ്ങളോ വർഷങ്ങളോ നീണ്ടു നിൽക്കുന്നവയാണ്. ദശലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ചൊവ്വയിലേക്ക് ഭൂമിയിൽ നിന്നും നിരന്തരം ഭക്ഷണപ്പൊതികൾ അയക്കുക അസാധ്യമാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തുകയാണ് ഈ മത്സരത്തിൻ്റെ ലക്ഷ്യം. മികച്ച ആശയം അവതരിപ്പിക്കുന്നവർക്ക് ഏകദേശം 6.75 കോടി രൂപയാണ് നാസ വാഗ്ദാനം ചെയ്യുന്നത്. ഭൂമിയെ ആശ്രയിക്കാതെ ബഹിരാകാശ സഞ്ചാരികൾക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാവുന്ന സുസ്ഥിരമായ ഭക്ഷണ സംവിധാനം വികസിപ്പിക്കുക എന്നത് തന്നെയായിരിക്കും ഏറ്റവും വലിയ വെല്ലുവിളി. 2026 ജൂലൈ 31 വരെ ആർക്ക് വേണമെങ്കിലും ഈ മത്സരത്തിൻ്റെ ഭാഗമാകാം. മത്സരം 2026 സെപ്റ്റംബറിൽ അവസാനിക്കും. പക്ഷേ മത്സരാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വെറുതെ കുറച്ച് വിത്തുകൾ പാകുക എന്നതല്ല നാസ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ചൊവ്വയിലെ കഠിനമായ സാഹചര്യങ്ങളെ അതിജീവിക്കുന്ന ഒരു സമ്പൂർണ്ണ ഭക്ഷണ ശൃംഖല എന്നതാണ് ആവശ്യം. നാസയുടെ വരാനിരിക്കുന്ന ആർട്ടിമിസ് 2 ദൗത്യത്തിൽ പങ്കെടുക്കുന്ന 4 സഞ്ചാരികൾക്ക് ഭൂമിയിൽ നിന്ന് പാക്ക് ചെയ്ത ഭക്ഷണം നൽകാൻ സാധിക്കും. കാരണം ചന്ദ്രൻ ഭൂമിയോട് അടുത്താണ്. എന്നാൽ ചൊവ്വയുടെ കാര്യം അങ്ങനെയല്ല. ചൊവ്വയിൽ മനുഷ്യൻ സ്വയം പര്യാപ്തത കൈവരിക്കണമെങ്കിൽ അവിടെ കൃഷിയും ഭക്ഷണ സംസ്കരണവും അനിവാര്യമാണ്. ഇതാണ് നാസയുടെ മുന്നിലെ പ്രതിസന്ധി. നിങ്ങൾക്ക് ബഹിരാകാശ കൃഷിയിലോ ഭക്ഷ്യ സാങ്കേതിക വിദ്യയിലോ താല്പര്യമുണ്ടെങ്കിൽ ഈ ആഗോള വെല്ലുവിളിയിൽ പങ്കെടുക്കാനുള്ള മികച്ച അവസരമാണിത്. ചന്ദ്രനിൽ പോയാലും അവിടെ ഒരു മലയാളി ഉണ്ടാകുമെന്ന് നമ്മൾ തമാശയ്ക്ക് പറയാറില്ലേ? എങ്കിൽ പിന്നെ അവിടെ ഒരു കൃഷി തുടങ്ങാനും നമുക്കൊരു കൈ നോക്കിയാലോ?